അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഒമേഗ. അപ്പോൾ വാട്ട് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഒമേഗ? ഇങ്ങനെ ഒരു സാധനം W പോലെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? ഒമേഗയാണ്. ഇനി ഒമേഗ ആൻഡ് കെ, ഒമേഗയുടെയും കെയുടെയും കണ്ടുപിടിക്കണം. സോ ഒമേഗയും കാണും, കെയും കണ്ടുപിടിക്കണം. ഇൻ ദ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു a sin ഒമേഗ t മൈനസ് kx. ഇനി t ഈസ് ടൈം, x ഈസ് ഡിസ്റ്റൻസ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? t ഈസ് ടൈം, x ഈസ് ഡിസ്റ്റൻസ്. അപ്പോ സി യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഒമേഗ ആൻഡ് കെ. ഒമേഗയുടെയും കെയുടെയും ഡയമെൻഷണൽ ഫോർമുല കാണാം. ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ട്രിഗണോമെട്രിക് റേഷ്യോ, അല്ലെങ്കിൽ പോട്ടെ, ആംഗിൾ ഡയമെൻഷൻലെസ് ആണ്. ആംഗിൾ എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, ഇത് ആദ്യം ഒന്ന് കേൾക്കൂ. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ഒരു ഇക്വേഷൻ ആണല്ലോ. ഈ ഇക്വേഷനിലെ എല്ലാ ടേമും ഈക്വൽ ആണെന്ന് നമുക്കറിയാം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി. അപ്പൊ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലേ? അപ്പോ ut എന്ന് പറയുന്നതും ഡെഫിനറ്റ്ലി എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം, അല്ലേ? ഇനി ഇതെന്ന് പറയുന്നതും എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. അപ്പൊ എല്ലാം എന്തായിരിക്കണം? ഒരു ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമും ഒരേ സാധനമായിരിക്കണം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? അപ്പൊ എല്ലാം ഇപ്പൊ ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി അപ്പൊ എല്ലാത്തിന്റെ ഡയമെൻഷണൽ ഫോർമുലയും എന്താണ്? L ആണ്. അപ്പൊ എല്ലാ ടേമിന്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താണ്? L ആണ്. ഇനി ഇത് ഡയമെൻഷൻ ഇല്ലായിരുന്നു എങ്കിൽ, എസിന് ഡയമെൻഷൻ ഇല്ല എങ്കിൽ ഈ ടേമിനും എന്ത് കാണില്ല? ഡയമെൻഷൻ കാണില്ല. ആ ടേമിനും എന്ത് കാണില്ല? ഡയമെൻഷൻ കാണില്ല. അപ്പം ഓർമ്മയിൽ വേണം, നമ്മളിവിടെ ഒരു ഇക്വേഷൻ എഴുതി, എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് മസ്റ്റ് ബി ഈക്വൽ. സോ എസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, സോ ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല ഈസ് L. So ut should be L. This term also should be L. So dimension of all terms should be L. Am I right? By principle of homogeneity. This we know. Then if suppose S is a dimensionless quantity, S or a dimensionless quantity ആണെന്നിരിക്കട്ടെ, then all quantities will be dimensionless. എല്ലാ quantities എന്തായിരിക്കും? Dimensionless ആയിരിക്കും. Got it? ഇത്രയും മനസ്സിലായേ? ഇനി നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് വരിക. See, what is the angle there? What is the angle? What is the angle value? Angle എന്താണ്? Omega t minus kx അല്ലേ? So angle is what? Dimensionless. Angle എന്ന് പറയുന്നത് dimensionless ആണ്. So this is a dimensionless. So dimensionless. So this is an equation. Am I right? So all terms should be dimensionless. So this is dimensionless. That is also dimensionless. ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. See, we have an equation here. So in that omega t minus kx is angle there. Am I right? Angle is equal to omega t minus kx. Angle is what? Dimensionless. So this is an equation. So LHS side is dimensionless. So all terms should be dimensionless. No doubt. അപ്പോഴേ omega t യുടെ ആൻസറും എന്താണ്? kxന്റെ ആൻസറും എങ്ങനെയാണ്? രണ്ടിന്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. രണ്ടും എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. രണ്ടും എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. അപ്പോ ഒമേഗ ടിയുടെ ആൻസറും ഡയമെൻഷൻലെസ് ആണ്. അടുത്ത kxന്റെ ആൻസറും ഡയമെൻഷൻലെസ് ആണ്. ഇനി നിങ്ങൾ പറയണം, ഒമേഗ ടിയുടെ ആൻസറേ ഡയമെൻഷൻലെസ് ആണ്. ഡയമെൻഷൻലെസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഡയമെൻഷൻലെസ് ആണെങ്കിൽ ചുമ്മാതെ എഴുതും, m⁻0, l⁻0, t⁻0. നമ്മൾ 1 എന്ന് ഇത് എന്താണിത്? 1 എന്ന് എഴുതുന്നതിന് തുല്യം തന്നെ അല്ലേ? അങ്ങനെ എഴുതിയ വൃത്തികേടാവുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാത്തത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒമേഗ ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഈ സാധനം 1 ആണ്. 1 അപ്പൊ 1 ഡിവൈഡഡ് ബൈ t എന്നല്ലേ? അപ്പൊ ഒമേഗ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടൈമിന് എന്താണ്? t അല്ലേ? അപ്പൊ t⁻1 എന്നായോ? അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ സാധനത്തിന്റെ ആൻസർ കിട്ടി. വാട്ട് ഈസ് ആൻസർ? വാട്ട് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഒമേഗ? t⁻1. വല്ല ബുദ്ധിമുട്ടും തോന്നിയോ? ഇനി അടുത്ത ഇപ്പുറത്തെ സൈഡിൽ എഴുതിയിരിക്കുന്നത് kx എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. അപ്പോഴേ kxനെ നമുക്ക് എന്തെന്ന് എഴുതാം? m⁻0, l⁻0, t⁻0 എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ kx ഈസ് ഈക്വൽ ടു, ഇത് 1ന് തുല്യമല്ലേ?
1 എന്ന് വിചാരിക്കുക 1. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? കെ അല്ലേ? ഇപ്പൊ കെ എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പൊ 1 എന്താണ് എക്സ്? ഡിസ്റ്റൻസ് എന്നതിനകത്ത് തന്നിട്ടുണ്ട്, അത് എൽ ആണ്. അപ്പൊ l⁻⁻1 എന്നായോ? അപ്പൊ കെയുടെ ആൻസറുമായി k = l⁻⁻1. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിലുള്ള രണ്ട് സാധനങ്ങളും ആയില്ലേ? ഒമേഗയുടെ ഡയമെൻഷണൽ ഫോർമുലയായി, കെയുടേതുമായി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പൊ ഞാൻ അതൊന്നും കൂടെ പറയാം, നിങ്ങൾ നോക്കൂ. വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? So we have an equation y = a sin omega t minus kx. Then you have to calculate the dimensional formula of omega and k. ഒമേഗയുടെയും കെയുടെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. So listen properly. What is the angle there? What is the angle? So angle is equal to omega t minus kx. Then angle is dimensionless. Am I right? By principle of homogeneity, dimension of all terms in an equation should be equal. So dimension of this equal to dimension of this equal to dimension of that. Am I right? So angle is dimensionless. Angle is dimensionless. So omega to t should be dimensionless. Am I right? Kx should be dimensionless. Am I right? Okay. Then so listen here. So omega t should be dimensionless. So omega t is equal to dimensionless. What will you write for dimensionless? m⁻⁴, l⁻⁴, t⁻⁴. Am I right? Then omega t equal to, this can be written as 1. Then omega is equal to 1 divided by t. Is equal to 1 divided by time t. So this comes up t⁻⁻1 is a dimensional formula of omega. So you got the first one. So next one, see, kx is also dimensionless. Am I right? So kx is dimensionless. Okay. So kx can be written as dimensionless. How will you write dimensionless? m⁻⁴, l⁻⁴, t⁻⁴. So kx is equal to number⁻⁴, 1. So x can be, k can be written as is equal to 1/x. Is equal to 1 / what is x? It is L. So l⁻⁻1. So l⁻⁻1 is a dimensional formula of k. So you got the answer of both. So ഒമേഗയുടെയും കിട്ടി, കെയുടെയും കിട്ടി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So listen properly. What is our question? So very nice question. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എൻട്രൻസിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. See, what is our equation? y = a sin omega t minus kx. So what is the angle here? So omega t minus kx is angle. Angle is dimensionless. So by principle of homogeneity, all terms will be dimensionless. So all terms dimensionless. So omega t dimensionless, kx is also dimensionless. For dimensionless, what will you write? m⁻⁴, l⁻⁴, t⁻⁴. This is actually 1. So then you can calculate omega. Okay, no doubt. Then here also kx is dimensionless. We write m⁻⁴, l⁻⁴, t⁻⁴. This can be written as 1. So k is equal to 1/x. So instead of x you write L. So you are getting your answer. Okay. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം.